ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോണത് എന്താ വെച്ചാൽ മുടി വളർച്ച പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്, മുടി പെട്ടെന്ന് വളർന്നു വരാൻ. കാരണം ഗ്രോത്തില്, നീളത്തില്, ഇനിയിപ്പോ എല്ലാവർക്കും നീളം വേണമെന്നില്ല, അധികവും ഹെയർ ഗ്രോത്ത് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലേ. ഇറക്കം കുറഞ്ഞിട്ടാണ് കുട്ടികൾ മുടി വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുടികളൊക്കെ കൊഴിഞ്ഞു പോണ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് നമുക്കൊരു ഒറ്റമൂലി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇവിടുത്തെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, ആ ഇവിടുത്തെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതിന്റെ ശേഷം, ഒന്ന് കല്ലിട്ട് കുത്തി ചതച്ചതിന്റെ ശേഷം നമ്മളിങ്ങനെ അവിടെ വെച്ച് സുഖമായിട്ട് ഉരച്ചു കൊടുക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി നമ്മൾ കുറച്ച് കുത്തി ചതച്ചതിന് ശേഷം, നമ്മൾ എണ്ണയൊന്നും കൂട്ടണ്ട കേട്ടോ, അത് വെറും വെളുത്തുള്ളി മാത്രം കുത്തി ചതച്ചതിന് ശേഷം ആ വെളുത്തുള്ളിയുടെ നീര് കുറച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു വെളുത്ത കിഴിയിൽ കെട്ടിയതിന് ശേഷം അതുകൊണ്ട് ഇങ്ങനെ മുടിയിൽ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പിടിപ്പിക്കുക. അങ്ങനെ ആയാലും നമുക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം നമ്മൾ കുളിക്കണതിന്റെ മുന്നേ കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടതെന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കണം. ഈ ചെറിയുള്ളി നെറ്റിയുടെ ഇത് കൂടെ തേച്ചോളൂ, വെളുത്തുള്ളി ഇത് കൂടി തേക്കുക, അതിന് കുഴപ്പമില്ല. അല്ല ഇനി നിങ്ങൾ ചെറിയുള്ളി മാത്രം തേക്കുകയാണെങ്കിൽ എല്ലായിടത്തും കൂടി ചെറിയുള്ളി തേച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനൊക്കെ മുടി പെട്ടെന്ന് വളരെ കുഞ്ഞ് ചെറിയ ഉള്ളിയില്ലേ അത് തേച്ചാലാണ്. പിന്നെ നിങ്ങൾക്ക് സാധിക്കിച്ച വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വലിയ ഉള്ളിയില്ലേ, വലിയ ഉള്ളി നമ്മൾ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നല്ല കഴുകി തോലൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അതിന്റെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു സ്പൂൺ വെളിച്ചെണ്ണ, നമ്മൾ തേക്കുന്ന എണ്ണ ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എന്നില്ല, അത് നമ്മളിങ്ങനെ സുഖമായിട്ട് അത് നമ്മളിങ്ങനെ കിഴിയിലൊന്നും ആക്കണ്ട കേട്ടോ, അതിന് നീര് നല്ലോണം കിട്ടുമല്ലോ. അപ്പൊ നമ്മളത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സുഖമായിട്ട് തലയിൽ എല്ലായിടത്തും തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാലും ഇതിലത്തെ ഏതെങ്കിലും ഓരോന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവരെ, അതുപോലെ വളർച്ച കമ്മിയാണെന്ന് തോന്നണവർ ഇതിലത്തെ ഏതെങ്കിലും ഒക്കെ, അതിനുള്ള കുറച്ച് ടിപ്സുകളൊക്കെ പറയുകയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഈ മുടി അങ്ങനെ കൊഴിച്ചിലൊക്കെ ഒന്നും ഇല്ല, കൊഴിച്ചിലൊക്കെ നിന്നു എന്ന് ഉറപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാം. അത് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. അതിന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളെ വീട്ടിലത്തെ മുരിങ്ങയിലല്ലേ, മുരിങ്ങയില സുഖമായിട്ട് നമ്മൾ കഴുകി ഊരിയതിന്റെ ശേഷം കുട്ടി ജാറിലിട്ട്, വലിയ വലിയ കോലം എടുത്താൽ മതി കേട്ടോ, ചെറിയ ചെറിയ കോലൊക്കെ മിക്സി ജാറിൽ അരയുന്നുണ്ട്. അങ്ങനെ അരച്ചതിന് ശേഷം നമ്മൾ ആ കൂട്ടത്തിൽ ലേശം നാളികേരപ്പാല്, ഒരു സ്പൂൺ നാളികേരപ്പാല്, വെളിച്ചെണ്ണയ്ക്ക് പകരം നാളികേരപ്പാല് കൂട്ടിയിട്ട് അത് നമ്മൾ തലയിൽ സുഖമായിട്ട് ഓട്ടിലൊക്കെ തേച്ച് അത് ഇങ്ങനെ തലമുടിയിലൊക്കെ തേക്കാം കേട്ടോ, മുടിയിൽ മുഴുവനും തേക്കാം. അങ്ങനെ അത് തേച്ചിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാം, ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ചെയ്യാം. പിന്നത്തെ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കറിവേപ്പിലല്ലേ, ഇതേപോലെ കറിവേപ്പില കഴുകി വെള്ളമൊക്കെ തുടച്ച്, കാരണം പച്ചവെള്ളം അതിൽ അങ്ങനെ പെടണ്ട, ജലദോഷം പിടിക്കി വെച്ചിട്ടാണ്. പച്ചവെള്ളം കുഴപ്പമില്ലാത്ത ഒരു അരമണിക്കൂർ വെക്കാനുള്ളതല്ലേ. കറിവേപ്പില അതേപോലെ നമ്മളെ തലയിൽ മുഴുവനും തേച്ച് പിടിപ്പിച്ച്, അത് കറിവേപ്പിലയും മുരിങ്ങയിലയുടെയും തേക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അരിച്ചോളും ഉണ്ടോ. നമ്മൾ വീട്ടിലല്ലേ ഇപ്പൊ കുളിക്കുക, പുഴയിലേക്ക് പോകണില്ലല്ലോ, തോട്ടിലേക്ക് പോകണില്ല, കുളത്തിലേക്ക് പോകണില്ല, ഒന്നുമില്ല, വീട്ടിൽ കുളിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ നമ്മൾക്കൊക്കെ ഷോൾ ഇഷ്ടം പോലെ അല്ലേ ഇപ്പൊ കുട്ടികൾക്കൊക്കെ. അപ്പൊ ഷോളിലൊന്ന് പിഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് തേച്ചോളൂ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക. ഒരാഴ്ച മുരിങ്ങയുടെ ഇല തേക്കുക വെച്ചാൽ ഒരാഴ്ച കറിവേപ്പില തേക്കാം. പിന്നെ നമുക്ക് പേരയില നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നോ, അത് നമ്മൾ അരയ്ക്കണ്ട, അത് നമ്മൾ തിളപ്പിച്ചാൽ മതി. അത് തിളപ്പിച്ചിട്ട് ഉലുവയും കൂട്ടി തിളപ്പിക്കുക, പേരയിലി ഉലുവയും കൂടി. ഇനി ഉലുവ പൊടിച്ചിട്ട് വേണമെങ്കിൽ അതിലിട്ടിട്ട് തിളപ്പിക്കാം. മുഴുവൻ ഉലുവ തിളപ്പിച്ചാൽ കൊഴുപ്പുണ്ടാവില്ല, അപ്പൊ അതങ്ങനെ മാസ്കായി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതില് മുഴുവൻ ഉലുവ അല്ലാതെ പൊടിച്ചിട്ടിടുക. അപ്പൊ അതിൽ കുറച്ച് ഒരു പിടി പേരയിലി ഇട്ട് തിളപ്പിക്കുക. അപ്പൊ എന്നിട്ട് അത് അരിച്ചെടുത്താൽ നല്ല കൊഴുത്ത സാധനം കിട്ടും ഉലുവയുടെ പൊടിയാകുമ്പോൾ, അതും നമ്മൾക്ക് മാസ്ക് ആയിട്ട് തേക്കാം. അപ്പൊ ആഴ്ചയിൽ മാറി മാറി തേക്കാം. നമുക്ക് തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് മനസ്സിലാവും. ഒരാഴ്ച തേച്ച് കഴിഞ്ഞാൽ തന്നെ. മുരിങ്ങയില തേക്കുമ്പോൾ ചിലവർക്ക് തോന്നും മുരിങ്ങയില എനിക്ക് നല്ലതാണ്, ചിലവർക്ക് തോന്നും കറിവേപ്പിലയാണെന്ന്. അപ്പൊ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ നീർവീഴ്ച അരമണിക്കൂർ വെക്കണവർക്ക് നീർവീഴ്ച വരുന്നുണ്ടെങ്കിൽ ഏത് മാസ്ക് ഉപയോഗിക്കുമ്പോഴും നമുക്ക് പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും അതിൽ ഇട്ടാൽ മതി. പിന്നെ കേട്ടോ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു മാസ്ക് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്നറിയോ, ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും, അത് നമ്മൾ അരച്ചിട്ട് ഇതേപോലെ പിഴിഞ്ഞിട്ട് കൊഴുത്തിട്ടുള്ള സാധനം നമ്മൾ തലയിൽ താളി പോലെ തേക്കുന്നുണ്ടല്ലോ, പണ്ട് നമ്മൾ താളി തേക്കാറില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് അത്. അപ്പോൾ അത് നമ്മൾ ഓട്ടിൽ മാത്രം തേച്ചാലും മതി. എന്നിട്ട് നമ്മൾ അരമണിക്കൂർ വെച്ച് കഴുകി കളയുമ്പോൾ നമ്മളെ തലപ്പത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോഴും നമ്മളെ മുടി നല്ല സ്മൂത്ത് ആവും, വളർച്ചയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇതിലത്തെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടച്ച അങ്ങനെ ചെയ്യാം.
പിന്നെ നമ്മൾ 3 ദിവസം തുടർച്ചയായിട്ടുള്ളത് നമ്മൾ മാസ്ക് അല്ല കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ പിന്നെ പേരയില മാത്രം വെള്ളത്തിൽ തിളപ്പിക്കുകയാണ്, തലേ ദിവസം തിളപ്പിച്ച് വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അത് അരിച്ചെടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് 20 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയതിന് ശേഷം അത് തേക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുടി കഴുകി കളഞ്ഞാലും നല്ല മുടി വളർച്ച കിട്ടുന്നുണ്ട്. ഇതേപോലെ നമ്മൾ രാവിലെ എണ്ണയൊക്കെ തേച്ച് ഇളം ചൂടാക്കി എണ്ണയൊക്കെ തേച്ച്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെച്ചിട്ടാട്ടോ, വിശദീകരിച്ച് പറയാത്ത. ഞാൻ ആദ്യത്തെ വീഡിയോ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണ രാവിലെ നീച്ചാൽ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ചീന്തിയതിന് ശേഷം ഇളം ചൂടാക്കിയ എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. ഇളം ചൂടാക്കിയ എണ്ണ, അല്ലെങ്കിൽ കയ്യിൽ നല്ല ചൂടാക്കിയാലും മതി. എന്നിട്ട് ഇങ്ങനെ നമ്മൾ റൊട്ടേഷനിൽ ഇങ്ങനെ ഈ തലപ്പ്, നഖത്തിന്റെ തലപ്പ്, ഈ വിരൽ മാത്രം എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിൽ മുക്കി തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ കറിവേപ്പില ആണെങ്കിലും നമ്മൾ തിളപ്പിച്ചിട്ടുള്ളതുണ്ട്, അത് മാസ്ക് അല്ല കേട്ടോ. ഇതൊക്കെ വെള്ളങ്ങൾ തിളപ്പിച്ചിട്ടുള്ളതാകുമ്പോൾ നമ്മൾ മാസ്ക് എന്ന് പറയുന്നില്ല അതിന്. ആ തിളപ്പിച്ച വെള്ളം നമ്മൾ 3 ദിവസം ഉപയോഗിക്കാം. 4ാമത്തെ ദിവസമാണ് നമ്മൾ ഈ മാസ്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ 3 ദിവസം ഉപയോഗിക്കണതിൽ പെട്ടെന്ന് നമ്മളെ എന്താണെന്നറിയോ, ഈ കഴിക്കണ വേപ്പിന്റെ ഇലയില്ലേ, അത് നമ്മളെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി ഒരുപാട് വളരാൻ സഹായിക്കണ ഒന്നാണ് കഴിക്കണ വേപ്പിന്റെ ഇല. അത് നമ്മൾ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3 ദിവസം ഒരുപോലെ ഉപയോഗിക്കാം. എന്നിട്ട് 4ാമത്തെ ദിവസം അതിൻ്റെ തന്നെ മാസ്ക് നമുക്ക് തേക്കാം. അതെന്താണെന്നറിയോ ചെയ്യുക, അതിന് നമ്മൾ കഴിക്കണ വേപ്പിന്റെ ഇല അരച്ചിട്ട് 1 സ്പൂൺ തൈരും കൂട്ടി നമ്മൾ തേക്കണ വെളിച്ചെണ്ണ, തേക്കണ ഏത് എണ്ണ വെച്ചാലും വെളിച്ചെണ്ണ വെച്ചാൽ അത് ഞാൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു ഞാനതാ തേക്കുക. അതുകൊണ്ടാണ് ആ എണ്ണ 1 സ്പൂൺ തേച്ചിട്ട് നമുക്ക് മാസ്ക് ഇട്ടിട്ട് കഴുകി കളയാം. പിന്നെ വ്യത്യാസം മുതൽക്ക് നമ്മൾ സാധാരണത്തെ കുളി വീണ്ടും നമുക്കിത് റിപ്പീറ്റേഷൻ അടിക്കാം. അടുത്ത ആഴ്ച എന്താ നമുക്ക് ഇതേപോലെ കറിവേപ്പില ചെയ്യാം. ഈ കഴിക്കണ വേപ്പില ഈ ആഴ്ച ചെയ്ത പോലെ പിറ്റേ ആഴ്ച നമുക്ക് കറിവേപ്പില ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്യണം. എന്നാലേ നമുക്ക് മുടി വളർച്ച ഏതുകൊണ്ടാണ് നമുക്ക് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. എല്ലാതും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കേണ്ടെന്ന് ചിലവർക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പൊ എല്ലാം ഉപയോഗിക്കാൻ, നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മളെ മുടിക്ക് നല്ലതാണ്, ശരീരത്തിന് എല്ലാം നമ്മളെ തലമുടിക്ക് നല്ലതാണ്. പിന്നെ ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിച്ചാൽ നമുക്ക് മുടി വളർച്ച കൂട്ടാൻ പറ്റിയ സാധനങ്ങൾ. നമ്മൾ എല്ലാതും തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം പിറ്റേ ദിവസം നമ്മളൊരു കിഴിയായിട്ട് കെട്ടിവെക്കുക. അപ്പൊ ഈ ചെറുപയറൊക്കെ മുളച്ച് വരും. അതേപോലെ നമ്മളുടെ എള്ളും തലേ ദിവസം കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ കുതിർന്നു കാണുമ്പോൾ ചെറിയ കിഴിയിൽ കെട്ടിവെക്കുക. എന്നിട്ട് മുളച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക. ഈ എള്ളും ചെറുപയറും ഇങ്ങനെ ചെയ്തു നോക്കൂ, നമ്മളെ ശരീരത്തിലേക്ക് ഒരുപാട് നല്ലതാണ് മുടി വളർച്ചയ്ക്ക്. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ എള്ളും ചെറുപയറും രണ്ടും ഓരോ സ്പൂണ് വേറെ വേറെ കിഴികളിലാക്കിയിട്ട് നമുക്ക് കഴിക്കാം. എന്നാൽ നമ്മളെ മുടി വളർച്ച ഇരട്ടിയാവും. പിന്നെ അതുപോലെ നമുക്ക് ഉലുവ വെള്ളത്തിലിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് 1 സ്പൂണ് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ വെള്ളവും അതിന്റെ ഉലുവയും കൂടി നമ്മൾ കഴിക്കുക. കടിച്ചു ചമച്ചിട്ട് ഉലുവ തിന്നതിന് ശേഷം ആ വെള്ളം മീതെ കുടിച്ചാലും നമ്മളെ തലമുടി നന്നായിട്ട് വളരുന്നുണ്ട്. അതിന് അനുഭവം കൊണ്ട് പറയുകയാണ്, എല്ലാവരും അത് ചെയ്തു നോക്കണം. ഞാനത് എപ്പോഴും കഴിക്കുന്ന സാധനമാണ്. എനിക്ക് ഈ ഷുഗർ വന്നിട്ട് മുടി പറ്റ കൊഴിഞ്ഞു പോയി, കുറേ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഉള്ളതൊക്കെ കഴിച്ചിട്ടാണ് ചെറുപയറ്, പിന്നെ എള്ള്, അതുപോലെ ഉലുവ, ഇത് 3 ഞാനിങ്ങനെ മാറി മാറി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കിഴിയിൽ കെട്ടി മുളച്ചതിന് ശേഷം ഇത് കഴിക്കാറുണ്ട്. അപ്പൊ ഒരു രാവിലെ നേരം വേണം കേട്ടോ കഴിക്കാൻ, തലേ ദിവസം വെള്ളത്തിലിട്ട്. അപ്പൊ നമ്മള് വാസനയൊന്നും വരുന്നില്ല, അത് നമ്മൾ കൈകൊണ്ട് തൊടാഞ്ഞാൽ മതി. വല്ലാതെ സ്പൂൺ കൊണ്ട് തന്നെ മതി കേട്ടോ. അതൊന്നും അതിന്റെ കഴുകൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ മതി. പിന്നെ പുതിയ വെള്ളമൊക്കെ പാരുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ടേക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും. ഒന്നും പച്ചവെള്ളത്തിൽ ഒന്നും ചെയ്യണ്ട, തലയിലേക്കുള്ള എല്ലാം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മുടി പെട്ടെന്ന് വളർന്ന് വരുന്നത് കാണാം. ഇതിലത്തെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉപയോഗിച്ചോളൂ. പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. എനിക്ക് എല്ലാവരും പറയണ പോലെ അതിങ്ങനെ കൃത്യമായിട്ട് പറയാനുള്ള ഒരു വകതിരിവ് കുറവുണ്ടോയെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ പ്രത്യേകിച്ചും കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പൊ ഞാൻ ഇത്തിരി കൂടി നേരെ പറഞ്ഞു തരണ്ട. അപ്പൊ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ ഇനി എത്ര നേരം കേട്ടതിന് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ. പിന്നെ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി അമർത്തി നോക്കണം. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.